അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് റെസിപ്പി ആയിട്ടാണ്. റഷ്യൻ സലാഡ്. നല്ല ടേസ്റ്റിയും ക്രീമി ആയിട്ടുള്ള ഒരു സൂപ്പർ സലാഡാണിത്. സലാഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും ഐറ്റം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് മക്രോണി ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർ കുക്ക് ആവരുത് മക്രോണി. 1/2 കപ്പ് കുക്കുംബർ ക്യൂബ്സായി കട്ട് ചെയ്തത്. നാടൻ കുക്കുംബർ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അല്ലികൾ കളയണം. 1/2 കപ്പ് പൈനാപ്പിൾ ക്യൂബ്സായി കട്ട് ചെയ്തത്. 1/2 കപ്പ് പച്ചമുന്തിരി. കറുത്ത മുന്തിരി വേണമെങ്കിലും എടുക്കാം. 1/4 കപ്പ് സ്വീറ്റ് കോൺ. 1/4 കപ്പ് ഫ്രഷ് ക്രീം. 1/2 കപ്പ് മയണൈസ്. മയണൈസിനേക്കാളും അധികമാണ് ഫ്രഷ് ക്രീം എടുക്കേണ്ടത്. ഒരു ചെറിയ ക്യാരറ്റ് 5 മിനിറ്റ് ബോയിൽ ചെയ്തെടുത്തത്. 1/2 കപ്പ് അനാറ്, അരമുറി നാരങ്ങാനീര്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ വൈറ്റ് പെപ്പർ, പാകത്തിനുള്ള ഉപ്പ്. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ആപ്പിളും ഉരുളക്കിഴങ്ങ് വേവിച്ചതും ഗ്രീൻ ആപ്പിളും ഒക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം ക്യൂബ്സ് ആയിട്ട് വേണം അരിഞ്ഞിടാൻ, എന്നാലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പെപ്പർ പൗഡർ ഓരോരുത്തരെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമാണ് മയണൈസിനേക്കാളും അധികം എടുക്കേണ്ടത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് ലാസ്റ്റിൽ മുട്ട വീഴ്ചത് ക്യൂബ്സായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്ന് ഇതിലിട്ടിട്ടില്ല. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.